ഒക്ടോബർ മാസത്തോടെ ക്രൂഡ് ഓയിൽ വില കുറയുമെന്നും വരുന്ന സാമ്പത്തിക പാദങ്ങളിൽ 3 പൊതുമേഖലാ ഓഹരികൾ നേട്ടം കൈവരിക്കുമെന്നും ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായ UBS 14 മുതൽ 16% വരെ നേട്ടം കരസ്ഥമാക്കാൻ സാധിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ അനുമാനം. HPCL, IOC, BPCL എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളുടെ സമീപകാല ടാർജറ്റ് പ്രൈസ് ഉയർത്തി. കമ്പനികളുടെ സാഹചര്യത്തിനനുസരിച്ച് വിപണിയെയും ഓഹരിയെയും കുറിച്ചുള്ള റിസർച്ച് റിപ്പോർട്ടുകൾ ഇടവേളകളിൽ പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പ്രമുഖ ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായ UBS പുതിയ റിസർച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. UBSന്റെ നിഗമനപ്രകാരം രാജ്യാന്തര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ നിരക്കുകൾ വരുന്ന ഒക്ടോബർ-ഡിസംബർ മാസത്തോടെ താഴുമെന്ന് കണക്കുകൂട്ടുന്നു. ക്രൂഡ് ഓയിൽ വില ബാരലിന് അന്താരാഷ്ട്ര വിപണിയിൽ $80 മുകളിൽ തുടരുകയും ചെയ്യുകയാണെങ്കിൽ രാജ്യത്തെ ചില്ലറ ഇന്ധന വിലയിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുകയില്ല. ഈ സാഹചര്യത്തിൽ പൊതുമേഖലാ എണ്ണക്കമ്പനികളുടെ സംയോജിത ലാഭമാർജിൻ ലിറ്ററിന് 14 രൂപ മുതൽ 15 രൂപ വരെ വർദ്ധിക്കാൻ കാരണമാകും. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്താണ് വരുന്ന സാമ്പത്തിക പാദത്തിൽ പൊതുമേഖലാ എണ്ണക്കമ്പനികൾ നേട്ടമുണ്ടാക്കുമെന്ന് UBS റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്ത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന വൻകിട എണ്ണ ശുദ്ധീകരണ കമ്പനികളിലൊന്നാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം. ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായ UBS ഈ മിഡ് ക്യാപ് ഓഹരിയുടെ റേറ്റിംഗ് ഉയർത്തി നിശ്ചയിച്ചു. നേരത്തെ നൽകിയിരുന്ന ന്യൂട്രൽ എന്ന റേറ്റിംഗ് വാങ്ങാമെന്ന അർത്ഥത്തോടെയുള്ള ബൈ എന്ന റേറ്റിംഗിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത്. സമീപഭാവിയിലേക്കായി HPCL ഓഹരിക്ക് പുതിയതായി നൽകിയിരിക്കുന്ന ടാർജറ്റ് പ്രൈസ് 445 രൂപയാകുന്നു. ഇത് ഓഹരിയുടെ നിലവിലെ വിപണി വിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ 16% മുന്നേറ്റ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രാജ്യത്തെ മറ്റൊരു പൊതുമേഖലാ എണ്ണ ശുദ്ധീകരണശാലയും ഇന്ധന വിതരണ കമ്പനിയുമാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഈ ലാർജ് ക്യാപ് ഓഹരിയുടെ റേറ്റിംഗും UBS ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ നൽകിയിരുന്ന ന്യൂട്രൽ റേറ്റിംഗിൽ നിന്നും ബൈ റേറ്റിംഗിലേക്കാണ് പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ സമീപഭാവിയിലേക്ക് IOC ഓഹരിയിൽ പുതിയതായി നിർദ്ദേശിച്ചിരിക്കുന്ന ടാർജറ്റ് പ്രൈസ് 210 രൂപ നിലവാരത്തിലാണ്. ഇത് ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ 16% മുന്നേറ്റ സാധ്യതയാണ് മുന്നിലുള്ളതെന്ന് സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി IOC ഓഹരിയിൽ 10% വിലവർധന കുറിച്ചിട്ടുമുണ്ട്.